സെവൻത് സ്റ്റാൻഡേർഡ് മാത്സിലെ ആറാമത്തെ ചാപ്റ്ററായ റേഷ്യോ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 87 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് എന്താണ് റേഷ്യോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് റെക്റ്റാങ്കിൾസ് കാണാം. ഈ രണ്ട് റെക്റ്റാങ്കിൾസിന്റെയും ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോയും അതുപോലെ വിഡ്ത്ത് ടു ഹൈറ്റ് റേഷ്യോയും നമുക്ക് കാണണം. അപ്പൊ ഇത് രണ്ടിന്റെയും വിഡ്ത്തും ഹൈറ്റും നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇതാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്, വിഡ്ത്ത്. ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ഇതാണ് വിഡ്ത്ത്, ഇതാണ് ഹൈറ്റ്. അപ്പോൾ ഈ രണ്ട് റെക്റ്റാങ്കിൾസിൻ്റെയും വിഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ അതേപോലെ വിഡ്ത്ത് ടു ഹൈറ്റ് റേഷ്യോ കാണാം. അപ്പോൾ ആദ്യം ഈ റെക്റ്റാങ്കിൾ, ഇതിൻ്റെ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ, ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ ഈക്വൽ ടു, ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യം ഹൈറ്റ് അല്ലേ പറഞ്ഞത്, അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് ആദ്യം എഴുതുക 2. ഇനി റേഷ്യോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചിഹ്നിടുക, 2 കുത്തിടുക. ഇനി അടുത്തത് വിഡ്ത്ത് ആണ് പറഞ്ഞത്, അപ്പോൾ വിഡ്ത്ത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ഇനി ഈ റേഷ്യോ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ എഴുതുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആകണം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും, നമ്മൾ എണ്ണാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്. ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആകണം നമ്മൾ ഇതിനകത്ത് എഴുതുന്നത്. അതായത് ഫ്രാക്ഷണൽ നമ്പറോ ഡെസിമൽ നമ്പറോ ഒന്നും നമുക്ക് ഈ റേഷ്യോ ആക്കി എഴുതാൻ പറ്റൂല. അതേപോലെ ഇതിനകത്തുള്ള ഈ രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതിന് രണ്ടിനെയും ചെറുതാക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. അതായത് രണ്ടിനും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും പാടില്ല. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് 2ഉം 6ഉം രണ്ടും ഈവൻ നമ്പർ അല്ലേ, രണ്ടിനും 2 ഫാക്ടർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റത്തെ രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും, അതേപോലെ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3യും കിട്ടും. ഇനി ഈ 1നും 3ക്കും കോമൺ ആയിട്ടൊരു ഫാക്ടറും ഇല്ല. അതായത് നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ അതെന്ത് ചെയ്യണം? ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിലാകണം. രണ്ടിനും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും പാടില്ല. അതേപോലെ നമ്മൾ ഇവിടെ എഴുതുന്ന നമ്പേഴ്സൊക്കെ നാച്ചുറൽ നമ്പേഴ്സും ആകണം. ഇനി നോക്കൂ, നമ്മളിവിടെ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഹൈറ്റ് എഴുതണം, എന്നിട്ടാണ് വിഡ്ത്ത് എഴുതേണ്ടത്. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി നമുക്ക് വിഡ്ത്ത് ടു ഹൈറ്റ് റേഷ്യോ നോക്കാം. വിഡ്ത്ത് ടു ഹൈറ്റ് റേഷ്യോ. അപ്പോൾ നോക്കൂ, ആദ്യം വിഡ്ത്ത് അല്ലേ പറഞ്ഞത്, അപ്പോൾ വിഡ്ത്ത് എത്രയാണ്? 6. 6 ഹൈറ്റ് എത്രയാണ്? 2. അപ്പോൾ നോക്കൂ, ഇവിടെ രണ്ടിനെയും കോമൺ ആയിട്ട് 2 എന്നുള്ള ഫാക്ടർ ഇല്ലേ, നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും. അതേപോലെ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ഉം വരും. അപ്പോൾ നോക്കൂ, നമുക്ക് ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ 1:3 കിട്ടി, വിഡ്ത്ത് ടു ഹൈറ്റ് റേഷ്യോ 3:1 കിട്ടി. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ അതേപോലെ വിഡ്ത്ത് ടു ഹൈറ്റ് റേഷ്യോ ഡിഫറൻ്റ് ആണ് കിട്ടിയത്. അതായത് നമ്മളിവിടെ എടുക്കുന്ന ഈ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഇതിലുള്ള ഈ അംശബന്ധത്തിൽ, അതായത് റേഷ്യോക്കകത്തുള്ള ഒരു നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ അതേപോലെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യുകയൊക്കെ വേണം. ഇനി നമുക്ക് രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോയും വിഡ്ത്ത് ടു ഹൈറ്റ് റേഷ്യോയും നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ, ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ ഈക്വൽ ടു, ആദ്യം ഹൈറ്റ് അല്ലേ എടുക്കേണ്ടത്, ഹൈറ്റ് എത്രയാണ്? 1.5 ഈസ് വിഡ്ത്ത് എത്രയാണ്? 4.5. ഇവിടെ നോക്കൂ, ഇതിനകത്ത് ഡെസിമൽ നമ്പർ ആണ്. നമുക്ക് റേഷ്യോ ആക്കി എഴുതുമ്പോൾ നാച്ചുറൽ നമ്പറേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡെസിമൽ ഒഴിവാക്കാനായിട്ട് ഇവിടെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കൂ, ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡെസിമൽ പോകൂലേ, 15 ആയി മാറും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 45 ആയി മാറും. ഇനി നോക്കൂ, നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിലാകണമല്ലോ. അപ്പോൾ ഇത് രണ്ടിനെയും നമുക്ക് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെയും 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
അതായത് നമ്മളിപ്പോൾ ഈ റേഷ്യോക്കകത്തുള്ള ഒരു നമ്പറിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യുകയൊക്കെ വേണം. ഇനി ഇവിടെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും, 45 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അതായത് 1:3. ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റൂല. അപ്പോൾ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ 1:3 കിട്ടി. ഇനി വിഡ്ത്ത് ടു ഹൈറ്റ് റേഷ്യോ, വിഡ്ത്ത് ടു ഹൈറ്റ് റേഷ്യോ ഈക്വൽ ടു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ, 3:1. അതായത് ആദ്യം എന്ത് ചെയ്യണം, വിഡ്ത്ത് എഴുതണം. അതായത് 4.5 അടുത്ത എന്താണ് ഹൈറ്റ് 1.5. ഇത് നമ്മളിവിടെ ചെറുതാക്കിയില്ലേ, എന്ത് ചെയ്തു, ഇത് രണ്ടിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായി, 45:15 ആയി മാറി. ഇനി നമ്മൾ എന്ത് ചെയ്തു, രണ്ടിനെയും 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 3 ആയി മാറി. ഇവിടെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആയി മാറി. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 3:1. അപ്പോൾ നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മൾ ആദ്യം ഏതളവാണോ പറയുന്നത് അതിൻ്റെ വാല്യൂ ആണ് ആദ്യം എഴുതേണ്ടത്. രണ്ടാമത്തതിൻ്റെ വാല്യൂ എഴുതേണ്ടത്. ആ ഓർഡറിൽ നമ്മൾ എഴുതണം. അതേപോലെ ഇവിടെ നമ്മൾ എഴുതുന്ന ഈ നമ്പേഴ്സൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആകണം. പിന്നെ അത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിലും ആകണം. ഇനിയിപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ഈ രണ്ട് കേസിലും ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ 1:3 ആണ് കിട്ടിയത്. വിഡ്ത്ത് ടു ഹൈറ്റ് റേഷ്യോ 3:1 ആണ് കിട്ടിയത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ എടുക്കാം. അതായത് ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ എത്രയാണ് കിട്ടിയത്, 1:3 അല്ലേ, 1:3. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ഹൈറ്റ് ഒരു 1 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ, ഹൈറ്റ് അല്ലേ ആദ്യം, ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് എത്രയായിരിക്കും, 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഹൈറ്റിൻ്റെ 3 ടൈംസ് ആണ് വിഡ്ത്ത്. വിഡ്ത്തിൻ്റെ 1/3 പാർട്ടാണ് ഹൈറ്റ്, അങ്ങനെയും നമുക്ക് പറയാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഹൈറ്റ് ഒരു 2 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് എത്രയായിരിക്കും, ഇതിൻ്റെ 3 ടൈംസ് അല്ലേ, അതായത് 2 × 3 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിലോ ഇതിൻ്റെ 3 ടൈംസ് ആണ് വിഡ്ത്ത് വരിക, അതായത് 3 × 3 9 സെൻറ്റിമീറ്റർ വരും. ഇനി നോക്കൂ, നമുക്കിവിടെ വിഡ്ത്ത് ഒരു 12 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കും, ഇതിൻ്റെ 1/3 പാർട്ട് അല്ലേ, വിഡ്ത്തിൻ്റെ 1/3 പാർട്ടാണ് ഹൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിഡ്ത്ത് കാണാൻ എന്ത് ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വിഡ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഹൈറ്റ് കാണാൻ എന്ത് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനിയിപ്പോൾ നോക്കൂ, നമുക്ക് വിഡ്ത്ത് ഒരു 18 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കും, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്ര വരും, 6 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ നമുക്ക് 2 അളവുകളുടെ റേഷ്യോ അറിയാം എന്നുണ്ടെങ്കിൽ അതിൽ ഒരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ 2 അളവുകളും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് പേജ് നമ്പർ 87 കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. First question, write down the ratio of the height to width of each of the following rectangles using the smallest possible natural numbers. നമുക്കിവിടെ തന്നിട്ടുള്ള ഈ റെക്റ്റാങ്കിൾസിൻ്റെയൊക്കെ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ കാണണം. അപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ സ്മാളസ്റ്റ് പോസിബിൾ നാച്ചുറൽ നമ്പറിൻ്റെ രൂപത്തിലാകണം. ഒന്നാമത്തേത് എന്താണ്, ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് ടു വിഡ്ത്ത് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഹൈറ്റ് എഴുതണം. ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ ഈസ് ടു വിഡ്ത്ത് എത്രയാണ്, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കൂ, ഇത് രണ്ടും ഈവൻ നമ്പർ ആണല്ലേ, നമുക്ക് സ്മോളസ്റ്റ് പോസിബിൾ നാച്ചുറൽ നമ്പർ ആക്കി എഴുതണം. അപ്പോൾ രണ്ടിനെ എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 വരും. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 വരും. ഇനി നോക്കൂ, 4നും 5നും കോമൺ ആയിട്ടൊരു ഫാക്ടറും ഇല്ലല്ലോ. അപ്പോൾ നമുക്കിതിനെ ചെറുതാക്കാൻ പറ്റൂല. അപ്പോൾ റേഷ്യോ എന്താ കിട്ടുക, 4:5. അപ്പോൾ ഈ ഒന്നാമത്തേതിൻ്റെ 4:5 കിട്ടും നമുക്ക് റേഷ്യോ. ഇനി ഹൈറ്റ് 8 മീറ്റർ, വിഡ്ത്ത് 12 മീറ്റർ. അപ്പോൾ ഹൈറ്റ് ടു വിഡ്ത്ത് 8:12. അപ്പോൾ ഇവിടെ രണ്ടും ഈവൻ നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ഈ 8നെയും 12നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതേപോലെ 8നെയും 12നെയും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. രണ്ടും 4ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
അപ്പോൾ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 2 വരും. അതേപോലെ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3യും വരും. ഇനിയിപ്പോൾ നമ്മൾ 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. നമുക്കിവിടെ എന്ത് കിട്ടും? 4 കിട്ടും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 6ഉം കിട്ടും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 പ്രാവശ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ നേരെ 2നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് 2:3 എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടെ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ 2:3 വരും രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് ഹൈറ്റ് 20 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 1 മീറ്റർ. ഇവിടെ നോക്കൂ, ഹൈറ്റ് 20 സെൻറ്റിമീറ്റർ ആണ്. ഇത് 20 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ 1 മീറ്റർ ആണ്. രണ്ടിൻ്റെയും യൂണിറ്റ് ഡിഫറൻ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടിൻ്റെയും യൂണിറ്റ് സെയിം ആക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 20 സെൻറ്റിമീറ്റർ അല്ലേ, ഈ 1 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കി മാറ്റാം. നമുക്കറിയാം മീറ്ററിനെ എങ്ങനെയാണ് സെൻറ്റിമീറ്റർ ആക്കി മാറ്റുക? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഈ 1 മീറ്റർ എന്നുള്ളതിന് 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി നമുക്ക് റേഷ്യോ കാണാം. അപ്പോൾ ഇവിടെ നോക്കൂ, 20നെയും 100നെയും നമുക്ക് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ 20നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതേപോലെ 100നെയും 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 20നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. അതേപോലെ 100നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 വരും. 1:5. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ റേഷ്യോ നമുക്ക് എന്ത് കിട്ടും? 1:5 റേഷ്യോ. ഇനി അടുത്തത് നാലാമത്തത് ഹൈറ്റ് 40 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 1 മീറ്റർ. ഹൈറ്റ് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ. 40 സെൻറ്റിമീറ്റർ. അതേപോലെ വിഡ്ത്ത് 1 മീറ്റർ. ഇവിടെ നോക്കൂ, നമുക്ക് യൂണിറ്റ് ഡിഫറൻ്റ് ആണല്ലേ. അപ്പോൾ രണ്ടിനെയും ഒരു യൂണിറ്റ് ആക്കി മാറ്റണം. നമുക്ക് ഈ 1 മീറ്ററിനെ സെൻറ്റിമീറ്റർക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 40 സെൻറ്റിമീറ്റർ, ഇവിടെയാണെന്നുണ്ടെങ്കിലോ 100 സെൻറ്റിമീറ്റർ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് രണ്ടും ഏറ്റവും ചെറിയ ഫോമിലാകണ്ടേ? ചെറിയ നാച്ചുറൽ നമ്പർ ആകണം. സ്മോളസ്റ്റ് പോസിബിൾ നാച്ചുറൽ നമ്പർ ആണ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിനെ എന്ത് ചെയ്യാം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇവിടെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ഇവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 അല്ലേ വരിക. ഇവിടെയാണെന്നുണ്ടെങ്കിലോ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10ഉം വരും. അതായത് 4:10 വരും. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാമല്ലോ. 4നെ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നോക്കൂ, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 വരും. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5ഉം വരും. ഇനി 2നും 5നും കോമൺ ആയിട്ടൊരു ഫാക്ടറും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റൂല. അപ്പോൾ 2:5. അപ്പോൾ ഇവിടെ നാലാമത്തത് നമുക്ക് റേഷ്യോ എന്ത് കിട്ടും? 2:5. അഞ്ചാമത്തത് ഹൈറ്റ് 1.5 സെൻറ്റിമീറ്റർ. 1.5 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് ഡെസിമൽ നമ്പർ ആണല്ലേ. നമുക്ക് നാച്ചുറൽ നമ്പറാണ് റേഷ്യോക്കകത്ത് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഡെസിമൽ പോകൂലേ. അപ്പോൾ നമ്മൾ രണ്ടിനെയും എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ ഈ 2നെ എന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1.5നെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡെസിമൽ പോയിട്ട് 15 ആയി മാറും. ഈ 2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 ആയി മാറും. ഇനി നോക്കൂ, ഇത് രണ്ടും 5ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ ഇതിനെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ഉം കിട്ടും. അപ്പോൾ റേഷ്യോ എന്ത് വരും? 3:4. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ റേഷ്യോ 3:4. ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതിലുള്ള ഒരു നമ്പറിന് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനകത്തുള്ള ഒരു നമ്പറിനെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതേപോലെ രണ്ട് അളവും എന്താകണം? ഒരേ യൂണിറ്റിലാകണം. അതായത് ഇപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് രണ്ടും ഡിഫറൻ്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് സെൻറ്റിമീറ്ററിലും ഒന്ന് മീറ്ററിലുമാണ്. അപ്പോൾ നമ്മൾ രണ്ടിനെ എന്ത് ചെയ്യണം? ഒരു യൂണിറ്റിക്ക്, അതായത് രണ്ടിനെയും സെൻറ്റിമീറ്റർക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ റേഷ്യോ കണ്ടത്. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
In the table below, the height, width and their ratio of some rectangles are given, but only 2 of each. Can you calculate the third and complete the table? അതായത് കുറച്ച് റെക്റ്റാങ്കിൾസിൻ്റെ ഹൈറ്റ് വിഡ്ത്ത്, ഈ ഹൈറ്റും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ഇങ്ങനെ 3 എണ്ണം തന്നിട്ടുണ്ട്. ഇതിലൊക്കെ 2 വാല്യൂ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, മൂന്നാമത്തത് നമുക്ക് കാണണം. ഇപ്പം നമ്മൾ ഒന്നാമത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? റേഷ്യോ കാണണം. അപ്പോൾ ഇവിടെ ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 8 സെൻറ്റിമീറ്റർ. റേഷ്യോ നമുക്ക് കാണാമല്ലോ. എന്ത് ചെയ്യുക? 6:8 അല്ലേ? റേഷ്യോ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് ഏതെങ്കിലും ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒഴിവാക്കണം. അപ്പോൾ ഈ 6നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 8നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും, 8ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ഉം വരും. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റൂല. അപ്പോൾ 3:4. അപ്പോൾ ഇവിടെ റേഷ്യോ എന്ത് വരും? 3:4. ഇനി ഇവിടെ നോക്കൂ, നമുക്ക് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, വിഡ്ത്ത് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ റേഷ്യോ 3:4 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ റേഷ്യോക്കകത്തുള്ള നമ്പർ തന്നെയല്ലേ ഈ ഹൈറ്റ്? ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വിഡ്ത്ത് എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് ഇവിടെ നോക്കൂ, ഹൈറ്റ് 3/4 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണ്. റേഷ്യോ നമുക്ക് കാണണം. അപ്പോൾ ഇവിടെ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ, ഹൈറ്റ് എത്രയാണ്? 3/4:1 ആണ് വരിക. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഫ്രാക്ഷണൽ നമ്പർ ഇല്ലേ? നമുക്ക് റേഷ്യോക്കകത്ത് ഫ്രാക്ഷണൽ നമ്പർ പാടില്ല, നാച്ചുറൽ നമ്പറേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നാച്ചുറൽ നമ്പർ ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ നമുക്കൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ 4ഉം 4ഉം തമ്മിൽ ക്യാൻസലായി പോകും, ബാക്കി 3 ഉണ്ടാകും. ഇവിടെയാണെന്നുണ്ടെങ്കിലോ 1 × 4 4 വരും, അതായത് 3:4. അപ്പോൾ ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ ഏത് നമ്പറാണോ നോക്കുക, അതേ നമ്പർ കൊണ്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിനോമിനേറ്റർ പോയിട്ട് ഒരു നാച്ചുറൽ നമ്പർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ നമ്പറിനെ റേഷ്യോയിൽ എഴുതുമ്പോൾ ചെയ്യേണ്ടത്, ആ ഡിനോമിനേറ്റർ കളയാൻ വേണ്ടിയിട്ട്. ആ ഡിനോമിനേറ്ററിലുള്ള നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് റേഷ്യോ 3:4 എന്ന് കിട്ടും. ദേ ഇവിടെ റേഷ്യോ 3:4. ഇനി അടുത്തത് ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല, വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, റേഷ്യോ 3:4 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഹൈറ്റ് കാണണം. അപ്പോൾ റേഷ്യോ എത്രയാണ് തന്നിട്ടുള്ളത്? 3:4 ആണ്. ഇതിൽ വിഡ്ത്ത് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഈ 4ന്ന് 1 സെൻറ്റിമീറ്റർ ആകണം എന്നുണ്ടെങ്കിൽ 4നെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 3നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര വരും? 3/4. അപ്പോൾ ഹൈറ്റ് 3/4ഉം വിഡ്ത്ത് 1 സെൻറ്റിമീറ്ററും ആയിരിക്കും. ദേ ഇവിടെ 3/4 സെൻറ്റിമീറ്റർ ആണ് ഉണ്ടാകുക. ഇനി അടുത്തത് ഹൈറ്റ് നമുക്ക് 6 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, വിഡ്ത്ത് 15 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് റേഷ്യോ കാണണം. 6 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്, വിഡ്ത്ത് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇതിന് റേഷ്യോ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ ചെറുതാക്കണം അല്ലേ? അപ്പോൾ 6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ, 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 വരും, 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5ഉം വരും. അപ്പോൾ റേഷ്യോ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇവിടെ റേഷ്യോ 2:5. ഇനി അടുത്തത് നമുക്ക് ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടില്ല, റേഷ്യോ 2:5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റേഷ്യോക്കകത്ത് ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ അല്ലേ? ഇവിടെ നമുക്ക് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വിഡ്ത്ത് എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ ആണ്, റേഷ്യോ 2:5 ആണ്. അതായത് റേഷ്യോ എന്താണ്? 2:5. ഇതിൽ ഹൈറ്റ് എന്താ? 1 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടില്ലേ? ഇത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2ന്ന് 1 സെൻറ്റിമീറ്റർ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2ന് എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ 5നെ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5/2 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വിഡ്ത്ത് കിട്ടുക. അപ്പോൾ ഇവിടെ വിഡ്ത്ത് 5/2 സെൻറ്റിമീറ്റർ കിട്ടും. അടുത്തത് നമുക്ക് ഹൈറ്റ് തന്നിട്ടില്ല, വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, റേഷ്യോ 2:5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റേഷ്യോ 2:5 ആണെന്നും തന്നിട്ടുണ്ട്, വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണ്.
അപ്പോൾ 5ന്ന് 1 സെൻറ്റിമീറ്റർ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അതായത് 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഹൈറ്റിനെ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2/5 വരും. അപ്പോൾ ഇവിടെ 2/5 സെൻറ്റിമീറ്റർ.